ബി.ജെ.പിക്ക് രാജ്യത്താകമാനം തന്നെ ഗോമൂത്രവും പശുവും ഒക്കെ പറയാതെ യാതൊന്നും നേടാൻ കഴിയില്ല എന്ന ചിന്ത പൊതുവേ ഉണ്ട്. അതിന് തെളിവാണ് ഇപ്പോൾ നവരാത്രി വരികയാണ്. നവരാത്രി മണ്ഡപത്തിൽ, അതായത് ഗർഭാപന്തലിൽ കയറുന്ന വിശ്വാസികൾ, അതായത് ഹിന്ദുക്കൾ ഗോമൂത്രം കുടിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് ഒരു ബി.ജെ.പി നേതാവ്. സംഗതി ഇത്തിരി രാഷ്ട്രീയമൊക്കെ ആണെങ്കിലും ഈ മണ്ടൻ അഭിപ്രായങ്ങളെ കോൺഗ്രസ് നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഇൻഡോറിലെ ബി.ജെ.പി ജില്ലാ നേതാവ് ചിന്തു ശർമ്മ ഇദ്ദേഹമാണ് ഇക്കാര്യം പറഞ്ഞത്. ഹിന്ദുക്കളാണെങ്കിൽ അവർ ഗോമൂത്രത്തെ പവിത്രമായി കാണുകയും ഗോമൂത്രം കുടിക്കുകയും ചെയ്യും. ഇത്തരം സ്ഥലങ്ങളിലേക്ക്, ഗർഭാപന്തലിലേക്കും നവരാത്രി മണ്ഡപങ്ങളിലേക്കുമൊക്കെ മറ്റുള്ള ധാരാളം ആളുകൾ, നാനാവിധം ആളുകൾ അവിടെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗർഭാപന്തലിൽ കയറുന്ന ആളുകളൊക്കെ ഗോമൂത്രം കുടിക്കണം. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമാണ് ഗർഭാപന്തലിൽ കയറുന്നതെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് ഈ ചിന്തൻ്റെ അഭിപ്രായം. ഒരു ചിന്തയുമില്ലാത്ത അഭിപ്രായമാണെന്ന് അക്ഷരാഭ്യാസമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുമെങ്കിലും ഈ ഗോമൂത്രം, പശു എന്നൊക്കെ പറയുമ്പോൾ ബി.ജെ.പിക്കാർക്കുണ്ടാകുന്ന ഈ സ്നേഹം ഗോ സംരക്ഷണശാലകളിൽ ബി.ജെ.പി പുലർത്തുന്നില്ല എന്നത് കേരളം മുതൽ അങ്ങ് രാജസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിലെ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. വഴിയരികിൽ പശുക്കൾ, കന്നുകാലികൾ ചത്തുകിടക്കുന്നത്, കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്ഷേത്ര നഗരങ്ങളിൽ പശുക്കളും മറ്റ് കന്നുകാലികളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവയ്ക്ക് നല്ല ആഹാരം കൊടുക്കാതിരിക്കുന്ന ബി.ജെ.പിക്കാർ, അതായത് ഗോ സംരക്ഷണം എന്ന് പറയുകയും ഗോക്കളെ പരമാവധി വേദനിപ്പിക്കുകയും ഒരു വക ഭക്ഷിക്കാൻ പോലും കൊടുക്കാത്ത ഈ ഗോസംരക്ഷകരാണ് ഇവരിൽ പലരും. നമുക്കറിയാം, ഈ ഗോസംരക്ഷണമൊക്കെ പറഞ്ഞിട്ട് മോദിജി തന്നെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിലൊന്ന് ബീഫാണ്. ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തെന്ന് മോദിജി ഇതിനെ സംരക്ഷിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഗോസംരക്ഷണം എന്ന മുഖംമൂടിക്ക് പിറകിൽ നിന്ന് ബി.ജെ.പിയും ബി.ജെ.പി അണികളും ഒക്കെ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോഴാണ് ഇൻഡോറിലെ ബി.ജെ.പി നേതാവ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതും നവരാത്രി എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമായിട്ടല്ല രാജ്യമെമ്പാടും നടക്കുന്നത്. വിജയദശമിയും അതൊക്കെ കേരളത്തിൽ മറ്റൊരു തരത്തിലാണ്. ഈ രാജ്യമെങ്ങും പല തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മറ്റൊരു തരത്തിലാണ് ആഘോഷം. തമിഴ്നാട്ടിലും കേരളത്തിലും പൊതുവെയുള്ള ആഘോഷങ്ങളുണ്ട്. അത് തെക്കൻ സംസ്ഥാനങ്ങളിൽ. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആഘോഷങ്ങളുടെ രീതികൾ മാറും. ഇങ്ങനെ നാനാവിധത്തിലുള്ള ആളുകൾ, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ സൂക്ഷിക്കുന്ന ഇന്ത്യൻ ജനത ഒന്നടങ്കം ആഘോഷിക്കുന്ന ആഘോഷ പരിപാടികളാണ് നവരാത്രി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും കുറച്ച് ആളുകളുടെയോ അങ്ങനെയുള്ള ആഘോഷമല്ല നവരാത്രിയും വിജയദശമിയും പൂജവയ്പ്പും പൂജയെടുപ്പും ദുർഗാഷ്ടമിയൊന്നും. ഇതൊക്കെ ഇന്ത്യയുടെ പൊതു സ്വത്തുക്കളാണ്. അപ്പോഴാണ് പറയുന്നത് ഗർഭാപന്തലിലേക്ക് ഹിന്ദുക്കൾ മാത്രം കയറുന്നതിന് ഏറ്റവും എളുപ്പമാർഗം ഗോമൂത്രം കുടിച്ചതിന് ശേഷം കയറിയാൽ മതി എന്ന് ഒരു ബി.ജെ.പി നേതാവ് പറയുന്നത്. കോൺഗ്രസ് ഇയാളെ കണക്കിന് താക്കീത് ചെയ്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഈ ബി.ജെ.പി നേതാവ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്തൊക്കെ ഇലക്ഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ ഇലക്ഷൻ്റെ മുതലെടുപ്പിന് വേണ്ടിയൊക്കെയാണ് നേതാക്കൾ ഇത് പറയുന്നത്. ഗോസംരക്ഷകരെന്ന വ്യാജേന പശുക്കളെ ഉപദ്രവിക്കുകയും യാതൊരു പരിപാലനവും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് ബി.ജെ.പി എന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. ഏതായാലും ബി.ജെ.പി നേതാവിൻ്റെ ഗോമൂത്ര പരാമർശം വീണ്ടും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചർച്ചയും ചൂടും ഏറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.